ഹായ് ഗൈസ്, ആശാൻ പപ്പനും ഞങ്ങളുടെ പാർട്ട് 2, അതായത് യാത്രയുടെ പാർട്ട് 2 ഭാഗം ആലപ്പുഴ ജില്ലയിലെ പണി നടക്കുന്ന പാലത്തിന് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള 2 ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ അരൂർ പമ്പിന് മുൻപിൽ നിന്ന് നേരെ നമ്മൾ ഹൈവേയിൽ നിന്ന് റൈറ്റ് തിരിയുക. നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ വട്ടക്കേൽ ക്ഷേത്രം എന്ന് എഴുതിച്ചിരിക്കുന്നതാണ്. വട്ടക്കേൽ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ള ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ തിരിയുക. നേരെ മുന്നോട്ട് തന്നെ സ്ട്രെയിറ്റ് പോവുക. വട്ടക്കേൽ ക്ഷേത്രത്തിന് മുൻവശം കൂടി നമുക്ക് ഈ റോഡ് തീർച്ചയായിട്ടും നല്ല റോഡാണ്. ഇത് ബൈക്കുകാർക്കും എല്ലാവർക്കും ഇത് കാണുന്നതാണ് വട്ടക്കേൽ ക്ഷേത്രം. വട്ടക്കേൽ ക്ഷേത്രത്തിലേക്ക് തിരിയരുത്, നേരെ തന്നെ അതിന് മുന്നിലുള്ള റോഡിൽ കൂടി തന്നെ മുന്നോട്ട് പോവുക. അവിടെ നിന്ന് വരുന്ന ഫസ്റ്റ് ചെറിയ ലെഫ്റ്റ്, ആ ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്ന ആദ്യത്തെ ലെഫ്റ്റിലേക്ക് തിരിയണം. ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നേരെ പോകാവുന്നതാണ്. ഈ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് വിട്ടുപോരുത്. ആ ഭാഗം റോഡ് കുറച്ച് ഭാഗം മോശമാണ്, എന്നാലും അത് കുഴപ്പമില്ല. ആ ഒരു 10-15 മീറ്റർ മാത്രമേ മോശമുള്ളൂ. അത് ഞാൻ വീണ്ടും നല്ല റോഡ് കിട്ടും. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡിന് അങ്ങേയറ്റം ചെന്ന് ചേരുന്നത് അരൂക്കുറ്റിയിൽ നിന്നും അരൂരേക്കുള്ള മെയിൻ റോഡിലേക്കാണ്. ഈ മെയിൻ റോഡിൽ കൂടെ നമ്മൾ നേരെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ അരൂക്കുറ്റി പാലത്തിലേക്ക് പോകും. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞതിന് ശേഷം മുന്നോട്ട് നേരെ അതേ റോഡിൽ കൂടി മുന്നോട്ട് പോവുക. അത് കുറച്ച് വലിപ്പം കൂടിയ വീതി കൂടിയ റോഡാണ്. ഇത് ഇല്ലത്തവിടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനെത്തും. ആ ഇല്ലത്തവിടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയണം. ശ്രദ്ധിക്കണം, ഇല്ലത്തവിടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തന്നെ തിരിഞ്ഞ് നമ്മൾ പള്ളിയിറക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ പോവുക. ഇതാണ് പള്ളിയിറക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോയിട്ട് തൊട്ട് അടുത്ത് വെച്ച് പള്ളിയിറക്കാവ് ക്ഷേത്രം കഴിഞ്ഞ് തന്നെ നമ്മളൊരു ലെഫ്റ്റ് തിരിയണം. ആ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ ലെഫ്റ്റാണ്. ഈ ലെഫ്റ്റ് കഴിഞ്ഞൊരു ചെറിയ റോഡാണ്. ഈ റോഡ് ഇത്തിരി ചെറുതാണ്, കൺജസ്റ്റഡ് ആണ്. കാര്യം എതിരെ ഒരു വണ്ടി വന്നാൽ നമുക്ക് കാറുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. പക്ഷേ ഇത് മെയിൻലി ഉപയോഗിക്കാവുന്ന ബൈക്കുകാർക്കും 3 വീലർക്കാർക്കും. ടൂ വീലറും 3 വീലറും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പക്ഷെ കാറുകാർക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വഴിയാണ് അവസാനം ഘട്ടം വരുമ്പോഴാണ് ഒരു ചെറിയൊരു കൺജഷൻ ഉണ്ടാകുന്നത്. എതിർഭാഗത്തൂടെ ഒരു വണ്ടി വന്നാൽ നമുക്ക് ഒതുങ്ങി കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണ വടക്കൻ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും, ഈ അരൂർ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും ഈ റോഡുകളൊക്കെ അറിയാവുന്നതാണ്, അവരങ്ങോട്ട് പോകുന്നതാണ്. പക്ഷെ നിങ്ങൾ തെക്കു നിന്നും ഒക്കെ വരുന്നവർ എളുപ്പം നമ്മൾ ചേർത്തലയിൽ നിന്നും എറണാകുളത്ത് എത്തണമെങ്കിൽ ഒരു ബൈ റൂട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങളുടെ കൺജഷനിൽ കിടക്കണ്ട. ശരിക്കും അരൂർ പമ്പിൽ നിന്ന് അരൂർ ക്ഷേത്രം വരെ, അരൂർ പള്ളി വരെ ഒക്കെ പോകാവുന്നതാണ്. നേരെ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഹൈവേ കയറുന്നു. ഹൈവേ നിയോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഹൈവേ റൈറ്റ് തിരിയുന്നു. ഇത് നിങ്ങളുടെ പാർട്ട് 2 ആണ്. ഇത് ഒരു അഡീഷണൽ വഴിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇങ്ങനത്തെ ഉള്ള ഇത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ആശാനും പപ്പനും അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഞങ്ങൾ പാർട്ട് 3 ആയിട്ട് ഇറക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് അടുത്ത വീഡിയോയ്ക്ക്